വിളംബര പ്രഖ്യാപനമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവരുടെ വിളംബര പ്രഖ്യാപനത്തിനായി ക്ഷണിക്കുന്നത്. വിളംബര പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് വർത്തമാനകാലവും ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം 925 മകരം 1 ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു. ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു. കൊല്ലവർഷം 1201 വൃശ്ചികം 4 സമാരംഭിച്ച് 56 ദിവസം കൊണ്ട് സാങ്കോവാംഗം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി 47ാമത്തെ ഉറജപ ലക്ഷദ്വീപ മഹോത്സവം 1201 ധനു 30 2026 ജനുവരി 14 മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഭാസ്വാനി ഭൂജസ്വി ഗംഗാ ഗംഗേവ ഭാവനി ലക്ഷദ്വീപോപമോ ലോകേ ലക്ഷദ്വീപ മഹോത്സവം.